സുഖമാണ്. പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളന്ന് BR നമ്മൾ ഹീറോയ്ക്ക് വരാകുമ്പോൾ ഇപ്പോൾ ഞാൻ ഡയമണ്ട് 4 ആണ്. അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഹീറോയ്ക്ക് ആക്കണം. BR ഹീറോയ്ക്കാണ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു തരം സീരിയസ് അല്ല എന്ന് വെച്ചാൽ ഒരു പാർട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാർട്ട് 1 ഓഫ് BR ഹീറോയ്ക്ക് അടിക്കാൻ. അപ്പോൾ നമ്മൾ കളി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ സോളാർ മാപ്പാണ് വന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ TV ടവറിൽ ഇറങ്ങിയുള്ളത്. ഇവിടെ കുറച്ച് കില്ലൊക്കെ എടുത്തിട്ട് എനിമി എന്തായാലും കൊല്ലാൻ സാധ്യത ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇതാവാണ്. അപ്പോൾ ചാവും. എന്നിട്ട് വേറെ സ്ഥലത്ത് സർവൈവ് ഉള്ള സ്ഥലത്തേക്ക്. അപ്പോൾ ഈ ഇവിടെ ഒരു എനിമീനെ കണ്ട് ഞാൻ കുറേ കത്തിയെടുത്തിറങ്ങി നോക്കി. അപ്പോഴേക്ക് പിന്നെ എവിടെ നിന്ന് ഒരു എനിമി അടിച്ചിട്ടോ അത് എവിടെ നിന്ന് സഹിച്ചുകൊണ്ട് നല്ല അടി അടിച്ച്. ഞാൻ ഇപ്പോൾ വേറെ എവിടേക്ക് ഇറങ്ങാൻ പറ്റൂല. ഞാൻ നേരെ പിന്നെയും TV ടവർക്ക് തന്നെ. ഞാൻ ഈ സ്ഥലത്തേക്ക് ഇറങ്ങാൻ TV ടവർക്ക് ഇറങ്ങണം, ഈ സ്ഥലത്തേക്ക് ഇറങ്ങാൻ TV ടവർക്ക് ഇറങ്ങണം വിചാരിച്ചിട്ട് അവസാനം TV ടവർക്ക് തന്നെ ഞാൻ ഇറങ്ങി. പിന്നെ ഇവിടെ ഒരു ചെക്കുണ്ട്, ഓനാണെങ്കിൽ എന്തായാലും ആ ഗണ്ണൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ആ സൈഡിലേക്കൊന്നും പോയില്ല. പിന്നെ എൻ്റെ ലൂട്ട് ഇവിടെ കെടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എടുത്ത് നോക്കിയപ്പോൾ അവിടെ ഒരു മിനിയൂസി കെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ലൂട്ടിന് മിനിയൂസി പോയിക്കണ്. പിന്നെ നോക്കിയപ്പോൾ അവിടെ ഫൈറ്റാണ്. അങ്ങോട്ട് പോയാൽ എന്തായാലും ഞാൻ തീരും. അതുകൊണ്ട് തന്നെ ഇവിടെ ലൂട്ട് എടുക്കാനേ ഞാൻ ഇനി പോണായി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു മാക്-10 കിട്ടി. അതിൻ്റെ കൂടെ ഒരു മാഗും കിട്ടി. അപ്പോൾ ഈ രണ്ട് കണ്ണോട് ഞാൻ ഇപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ നമുക്ക് മാക്-10 ആൾക്കാർ ഇപ്പോൾ ലോങ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ മാഗ് നമുക്ക് ഷോർട്ട് ഉപയോഗിക്കാം. ഈ പറ്റുള്ളിഞ്ഞ് ലോങ് റേഞ്ച് ഇപ്പോൾ കിട്ടിയിട്ടില്ല. ഇവിടെ ഒരു എനിമീനോടെ കാണാനില്ല. അപ്പോഴേക്കും നമ്മുടെ എയർ ഡ്രോപ്പിൻ്റെ നേരെ കാണുന്ന എയർ ഡ്രോപ്പില്ല, അവിടെ 8 എനിമി ഉണ്ടെന്ന് കാണിച്ച്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയേക്കപ്പോൾ ഒരുത്തനെയും കാണാനില്ല. ഞാൻ പിന്നെയും മുകളിലേക്ക് തന്നെ കയറിപ്പോയി. അപ്പോഴാണിത് ഒരുത്തൻ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഞാൻ മാക്-10 നല്ല അടി അടിച്ചെടുത്ത്. അപ്പോഴേക്കും നേരെ അവിടെ എത്തി ഓനൊരു ഗ്ലൂ വാൾ ഇട്ട്. പിന്നെ ഞാൻ അങ്ങോട്ട് പോകാൻ നിന്നില്ല. ഞാൻ നല്ലൊരു ഓട്ടം ഓടി. പിന്നെ ഇവിടെ ഉള്ളിൽ എനിമീസ്, പിന്നെ ഇവന്മാരിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. എനിമീസ് റിവൈവ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇട്ടെടുക്കല്ല. അപ്പോൾ എനിമീസ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തൻ എൻ്റെ അടുത്ത് വന്ന്. ഞാൻ കുറേ സൂം ചെയ്ത് നോക്കി, ഓനക്ക് കാണുന്നില്ല. പിന്നെ ഇവിടെ ഒരു എനിമീസിനും കാണാത്തതുകൊണ്ട് ഇവിടെ ലൂട്ട് പറക്കാനേ ഇനി പറ്റുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ഫുള്ളും പിന്നെ കുറേ ഫയറിങ്ങിൻ്റെ ശബ്ദമൊക്കെ കുറേ കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ മുമ്പിലൊരു എനിമി വന്നത്. ഞാനതും കൈ കൊണ്ട് കണ്ണെടുക്കാൻ പറ്റിയിട്ട് കൈ കൊണ്ടാക്കി. പിന്നെ ഓൻ്റെ കിളി പോയതുകൊണ്ട് പിന്നെ അടിക്കുമ്പോൾ ഞാൻ എൻ്റെ മാക്-10 കൊണ്ട് ഒരു പേടെടുത്ത് ഓനുണ്ട് ഞാൻ തീർത്തിട്ട്. ഓൻ്റെ കയ്യിൽ പിന്നെ AWM ഒക്കെ ഉണ്ടായിരുന്നു, ഒരു 20 ഉണ്ട്. അപ്പോഴേക്കും എൻ്റെ അടുത്ത് വേറൊരു എനിമി വന്നു. ഞാൻ നേരെ ടാക്സി ഇട്ട് മാഗ് കൊണ്ട് അവനെ കുത്തി പിടിച്ചോണ്ട് പോന്നു. അപ്പോഴേക്കും എൻ്റെ ഹാഫ് ഹെൽത്തായി. അപ്പം ഞാൻ ചുറ്റും അങ്ങോട്ട് ഗ്ലൂ വാളിട്ട്, അല്ലെങ്കിൽ വല്ലയിടത്തും ഞാൻ എനിമി അടിക്കും. അല്ലെങ്കിൽ ചുറ്റും ഗ്ലൂ വാളിട്ടിട്ട് ഞാൻ മഡടിക്കാൻ തുടങ്ങി. ഇത് ഞാൻ പെട്ടെന്ന് എനിമീസ് വന്ന് ഇപ്പോൾ പെട്ടെന്ന് ഒരു കൊല്ലും ചെയ്ത്. ഒരുത്തൻ മറ്റേ ഒറാച്ചിമാർ ഡ്രസ്സ് ഇട്ടും ഒറ്റയടിക്ക് വന്ന്. പിന്നെ അറിയാതെ ഞാൻ എൻ്റെ എയർ ഡ്രോപ്പ് ഒന്ന് അവിടെ വെച്ച്. എയർ ഡ്രോപ്പ് നേരെ ഈ TV ടവറിനെ മണ്ടയ്ക്ക് പോയിട്ട് വന്നിട്ടുണ്ടാവും. അതിന് പറ്റൂലല്ലോ. ഞാൻ ഇവിടെ കൂടെ പോകാൻ നോക്കിയിട്ട് ഇവിടെ കൂടെ പോകാൻ പറ്റുന്നില്ല. ഇനി ഇവിടെ കൂടെ പറ്റും. ഞാൻ അവസാനം എൻ്റെ AWM കൊണ്ട് തന്നെ ഇത് പൊട്ടിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ മോളിൽ കയറി. ഇവിടെ ഫൈറ്റിൻ്റെ ചിഹ്നമൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ എങ്ങനെയുണ്ട് എനിക്ക് തോന്നി. അപ്പോഴേക്കും ഒരുത്തൻ കൈത്തും പിടിച്ചിട്ടുണ്ടായിരുന്നു. ഓനെ ഞാൻ അപ്പോഴേക്കും മാഗ് കൊണ്ട് കുത്തി പിടിച്ചിട്ട്. പിന്നെ വേറെ ഒരുത്തനും ഇവിടെ കാണാത്തതുകൊണ്ട് തന്നെ അപ്പോഴേക്കും ഒരുത്തൻ ഇങ്ങോട്ട് കയറി വന്ന്. ഞാൻ AWM കൊണ്ട് ഓന് നല്ല കൊടുക്കാൻ നോക്കി. പക്ഷെ ഓനല്ല കൊണ്ടത്. ഓൻ്റെ AWM തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഓനെ കുറേ അടിക്കാൻ നോക്കി. ഓന് കൊള്ളൂല, അടിച്ചാലും കൊള്ളില്ല, അമ്മാതിരി ഇതായി. പിന്നെ ഞാൻ കൊന്നോൻ്റെ ലൂട്ട് പോയപ്പോൾ അവിടെ AWMൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സൂപ്പർ മെഡിക്കിറ്റും ഉണ്ടായിരുന്നു, സൂപ്പർ മെഡും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവനിങ്ങി എങ്ങനെ കൊല്ലും? ഞാൻ അടിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ സൈഡിലൊന്നും ചിലപ്പോൾ തല ഇട്ടാൽ അപ്പോൾ അവന് ഹെഡ് ചിലപ്പോൾ കയറാൻ സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ 150. അതുകൊണ്ടാണ് ഞാൻ നല്ല ഗ്ലൂ വാൾ നല്ല പൊട്ടിക്കാൻ നോക്കുക. ഗ്ലൂ വാൾ പൊട്ടിയാൽ പിന്നെ എളുപ്പമല്ലോ കളി. ഓനക്ക് എളുപ്പമായിട്ട് കൊല്ലാമല്ലോ. അപ്പോഴേക്കും എൻ്റെ സൈഡിൽ നിന്ന് ഒരു ഓറിയോൻ വന്ന് അടിച്ച്. ഓനെന്തായാലും റിവെഞ്ച് എടുക്കണം നിൽക്കുക. ഓമ്പയ്ക്കും ബോംബ് ഇട്ട്. അപ്പോൾ നേരെ ഞാൻ വീട്ടിലേക്ക് കയറി. എന്നിട്ട് ഓനുണ്ട് മാഗ് കൊണ്ട് കുത്തിപ്പിടിച്ച്. അപ്പോഴാണ് മറ്റേ ഗ്ലൂ വാൾ പൊട്ടിക്കുന്ന ഗണ്ണില്ല. ആ ഗണ്ണിൻ്റെ ഫയർ ഗണ്ണ് എന്നാണ് അതിൻ്റെ പേര് എന്നൊക്കെ തോന്നുന്നത്. ആ ഗണ്ണ് ഞാൻ അപ്പം കാണിച്ചുതരാം. ആ ഗണ്ണ് കിട്ടി. അപ്പോഴേക്ക് എളുപ്പമായിട്ട് ഈ ഗ്ലൂ വാളൊക്കെ ഒന്ന് പൊട്ടിക്കാമല്ലോ. അതൊക്കെ എളുപ്പമായി.
പിന്നെ ആ മുകളിലത്തെ എനിമി ഇങ്ങോട്ട് വന്നാൽ നിൽക്കും സംശയം ഉണ്ടാവും മുകളിലത്തെ എനിമിയാണോ ഇങ്ങോട്ട് വന്നതെന്ന് അറിയില്ല ഗൈസ്. ചിലപ്പോൾ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് ഓനല്ലായിരിക്കും, അറിയില്ല കറക്റ്റായിട്ട്. അപ്പോൾ നമുക്ക് ഞാൻ കുറച്ച് അടിക്ക് വരാൻ ചോദിച്ചു. അപ്പോഴേക്കും നമുക്കൊരു മാഗിൻ്റെ ഉണ്ട കിട്ടി, SG ഉണ്ട കിട്ടി. എന്നിട്ട് ഞാൻ സൈഡിക്ക് അങ്ങോട്ടൊക്കെ നോക്കിയിട്ടാണ് പോണേ. എങ്ങോട്ടെങ്കിലും ഒരു അടി കിട്ടിയാൽ ഞാൻ കഥമാവും ഗൈസ്. അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ പവർ എടുക്കാന്നുള്ള ഇതിലാണ് വരുന്നത്. അതിനോട് ഹിറ്റ് ലിസ്റ്റും കൂടി എടുക്കണം. ഹിറ്റ് ലിസ്റ്റും പിന്നെ ഞാൻ ഈ പവറിൽ ഈ പാറ്റേൺ പവറും തന്നെ അതിൻ്റെ പേര് എനിക്ക് തോന്നുന്നു. അപ്പോഴേക്കും നല്ല സൈഡിൽ നിന്ന് ഒരു അടി കിട്ടി. ഗ്ലൂ വാൾ വെക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ഓൻ്റെ മറ്റേ പവർ ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഗ്ലൂ വാൾ വെക്കാനും പറ്റാതെ അതാണ് സാൻഡിനോ ടാച്ച് ഇട്ടിട്ട് ഇങ്ങോട്ട് വന്ന്. എന്നിട്ട് എൻ്റെ സൂപ്പർ മെഡ് ഉണ്ടായതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ട്. പിന്നെ അവിടെ ഓനെ കാണിക്കുമല്ലോ. ഞാൻ പിന്നെ ചാണ്ടിട്ടൊക്കെ മാസമായിട്ട് അടിക്കുക എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഓൻ്റെ ഗണ്ണ് മറ്റേതുണ്ട്. അപ്പോഴേക്കും ഞാൻ ഗ്ലൂ വാൾ നോക്കിയപ്പോഴേക്കും എൻ്റെ പണി കഴിഞ്ഞു ഗൈസ്. നമുക്ക് 32+ ആണ് ഇപ്പോൾ ഇവിടെ കിട്ടിയുള്ളത്. അപ്പോൾ പാർട്ട് 2 ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ.